സംസ്ഥാന ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ വൻ തട്ടിപ്പ്. സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ ഫണ്ട് വെട്ടിച്ചതായി കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റിംഗിൽ കണ്ടെത്തി. ദേശീയ നേതാക്കൾക്കും താരപ്രചാരകർക്കും ഹോട്ടൽ ബുക്ക് ചെയ്തതിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും ഫണ്ട് മുക്കി എന്നാണ് റിപ്പോർട്ടിലുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ചില നേതാക്കൾ ബാങ്കിലെ സ്വകാര്യ ലോണുകൾ അടച്ചു തീർത്തു. തിരുവനന്തപുരത്തെ നേതാവ് ബാങ്കിൽ അടച്ചു തീർത്തത് 40 ലക്ഷം രൂപയാണ്. തട്ടിപ്പ് നടത്തിയ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടികൾക്കൊരുങ്ങുകയാണ് നേതൃത്വം. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വളരെ വലിയ വാർത്തയാണല്ലോ, അത് ഞെട്ടലുണ്ടാക്കും ബി.ജെ.പിയുടെ പ്രവർത്തകർക്കും അണികൾക്കുമെല്ലാം. ഇതിപ്പോൾ സംസ്ഥാന ബി.ജെ.പിയിൽ അടിമുടി തട്ടിപ്പ് എന്ന് തന്നെ പറയാവുന്ന ഒരു നിലയാണോ ഉണ്ടായിരിക്കുന്നത്? ഇത് ബി.ജെ.പിയുടെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടിലാണോ ഇത്തരം കാര്യങ്ങളുള്ളത്? സനീഷ്, ബി.ജെ.പിയുടെ ഇന്റേണൽ റിപ്പോർട്ടിലും ഇന്റേണൽ ഓഡിറ്റിങ്ങിലുമാണ് ഇത്രയും വലിയൊരു ക്രമക്കേടും തട്ടിപ്പും കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വം വലിയൊരു തുക സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നതാണ്. ഇതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതിൽ ഓരോന്നായി പറഞ്ഞാൽ, ഒന്ന് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ നേതാക്കൾക്ക് കൊടി വാങ്ങിയത് മുതൽ, കൊടിയും ചിഹ്നവും നൽകിയത് മുതൽ തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്തെ ഒരു വനിതാ നേതാവ് ഈ കൊടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, ആരോപണം ഉയർന്നിരിക്കുന്നത് 1.5 കോടിയോളം രൂപ ഇവർ വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അതായത് കേന്ദ്ര നേതൃത്വമാണ് കൊടിയും ചിഹ്നവും ഒക്കെ സൗജന്യമായി പ്രിന്റ് ചെയ്ത് കൊടി എത്തിച്ചു കൊടുത്തത്. പക്ഷേ അതിന്റെ പേരിൽ ഓരോ കമ്മിറ്റികളിൽ നിന്നും പണം പിരിക്കുകയും അതിൽ വലിയ തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്ന് കണ്ടെത്തി ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി നേതൃത്വം. മറ്റൊന്ന്, ദേശീയ നേതാക്കളും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഭാഗമായി ദേശീയ നേതാക്കളും അതോടൊപ്പം തന്നെ താരപ്രചാരകരും എല്ലാം തന്നെ സംസ്ഥാനത്ത് എത്താറുണ്ട്. ഇവർക്ക് ഹോട്ടൽ ബുക്ക് ചെയ്ത വകയിൽ വലിയ തോതിൽ പണം തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഇത് ഹോട്ടലിൽ അവരുടെ യഥാർത്ഥ അവിടുത്തെ റേറ്റിനേക്കാൾ കൂടുതൽ തുക എഴുതിയെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ക്രമക്കേട് പലരും നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. മറ്റൊന്ന്, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. അതായത് ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് 100 മണിക്കൂർ സമയത്തേക്ക് ഹെലികോപ്റ്റർ സേവനം ഉപയോഗപ്പെടുത്താനായിരുന്നു കരാർ. പക്ഷേ അത്രയും സമയം ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ പണം വലിയ തോതിൽ ലക്ഷക്കണക്കിന് രൂപ അതിന്റെ പേരിലും എഴുതിയെടുത്തിട്ടുണ്ട് ചില നേതാക്കൾ. തിരുവനന്തപുരത്ത് തന്നെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ തന്നെ ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ ബാങ്കിൽ 40 ലക്ഷത്തോളം രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ആ പണം മുഴുവൻ അദ്ദേഹം അടച്ചു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം പാർട്ടി പരിശോധിച്ചു വരികയാണ്. മറ്റൊന്ന്, ഐ ടി സെൽ വിഭാഗത്തിലാണ് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ പിന്നീട് നടന്നിട്ടുള്ളത്. അതായത് ബി.ജെ.പിയുടെ നേതാക്കളുടെ പോഡ്കാസ്റ്റ്, സ്ഥാനാർത്ഥികളുടെയും മറ്റും പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് വിവിധ യൂട്യൂബേഴ്സിനെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എല്ലാം തന്നെ അവർക്ക് അങ്ങോട്ട് പണം നൽകേണ്ടതുണ്ട്. ആ പണം ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഒരു യൂട്യൂബേഴ്സിന് നൽകേണ്ടതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക എഴുതിയെടുത്ത് വലിയ തോതിൽ പണം അത്തരത്തിൽ വകമാറ്റി അല്ലെങ്കിൽ വെട്ടിച്ചു എന്നതാണ് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് അടുത്തിടെ 17 ലക്ഷം രൂപയുടെ ഒരു കാറ് അടുത്തിടെ വാങ്ങിയിരുന്നു. അപ്പോൾ ഇതെല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നതോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഡ്രോൺ ഷോ നടത്താൻ കർണാടകയിൽ ബി.ജെ.പി മുമ്പ് ഡ്രോൺ ഷോ നടത്തിയിട്ടുള്ളതാണ്. ഡ്രോണുകൾ പറപ്പിച്ചുകൊണ്ട് അതിനെ ഒരു ഷോ പോലെ നടത്തുക എന്നുള്ളതാണ്. അതിന്റെ പേരിൽ, അങ്ങനെ ഷോ നടത്താൻ എന്ന പേരിൽ വലിയ തുക എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഡ്രോൺ ഷോ നടന്നിട്ടില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടത്തിലും ജില്ലാ നേതാക്കൾ ഇപ്പോൾ ബൂത്ത് കമ്മിറ്റികളിലേക്കും മറ്റും കൊടുക്കേണ്ട തുകയുണ്ട്. ഒരു നിശ്ചിത തുകയാണ് കൊടുക്കാൻ നിശ്ചയിക്കുക. ആ തുക പല ബൂത്തുകളിൽ, ഇപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ ഏറെക്കുറെ പല തുകകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബി ക്ലാസ്, അതോടെ തന്നെ സി ക്ലാസ്, പിന്നെ ബൂത്ത് കമ്മിറ്റികൾ, ഇവിടങ്ങളിലേക്കുള്ള തുക എന്താണോ നേതൃത്വം നിശ്ചയിച്ചിട്ടത് അത്രയും തുക പോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചില നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ നമുക്കത് നൽകാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കന്മാർ ഒന്നടങ്കം മുഴുവൻ പേരും തട്ടിപ്പ് നടത്തി എന്നുള്ളതല്ല. പക്ഷേ ആ നേതാക്കളിൽ ചില ആളുകൾ വലിയ തോതിൽ പണം എഴുതിയെടുത്തു, കൂടുതൽ തുക എഴുതിയെടുത്ത് പാർട്ടിയെ കബളിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ഇന്റേണൽ ഓഡിറ്റിംഗിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം തിരിച്ചു വന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും പാർട്ടി ഇത് തുറന്ന് സമ്മതിക്കാനുള്ള സാധ്യത എത്രത്തോളം ഒക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണണം. എന്തായാലും പാർട്ടിക്കകത്ത് വലിയ വിവാദം നടക്കുകയാണ്. കർശന നടപടി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് പണം ബി.ജെ.പിയിലേക്ക് ഒഴുകും. ബി.ജെ.പിയാണ് സംസ്ഥാനത്ത്
സംസ്ഥാനത്താണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്, ഏറ്റവും കൂടുതൽ പണമുള്ള പാർട്ടി, രാഷ്ട്രീയ പാർട്ടി BJP ആണെന്നൊക്കെ ഇപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ്. അതായത് സംഭാവനയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിൽ അസറ്റായിട്ടാണെങ്കിലും ഒക്കെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം കൈവശമുള്ളൊരു പാർട്ടി BJP ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഉദാരമായിട്ട് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അവർ ചെലവഴിക്കാറുണ്ട് എന്ന കാര്യത്തിലും എന്തെങ്കിലും അത്ഭുതമില്ലാത്തതാണ്. അത് അവർ തന്നെ സമ്മതിക്കുന്നതാണ്. കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് കേരളം ആണ് ഇനി പിടിച്ചെടുക്കാനുള്ളത്. കൂടുതൽ ആളുകളെയും അംഗസംഖ്യയും ഭരണമൊക്കെ ഉണ്ടാക്കേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ ഉദാരമായിട്ട് പണം അവർ ചെലവഴിക്കാറുണ്ട് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അതിപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു കുറ്റമായിട്ട് അവർ പറഞ്ഞാൽ വിചാരിക്കുകയുമില്ല. ഇതിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഓഡിറ്റിംഗ് ആണല്ലോ. അതായത് സംസ്ഥാന പാർട്ടിയെക്കുറിച്ച് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേന്ദ്ര നേതൃത്വത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഓഡിറ്റിങ്ങിലാണ് ഇത്രയും വലിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്തെ നേതാക്കൾ ആകപ്പാടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തിരുവനന്തപുരത്ത് നേതാവ് ബാങ്കിലെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ബാങ്ക് ഭാരവാഹിയായതുകൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവർ വല്ലാത്ത തോതിൽ പണം തട്ടിപ്പ് നടത്തുന്നു എന്നതിനെ അതിഗൗരവതരമായിട്ടല്ലേ കേന്ദ്ര നേതൃത്വം കാണുക? സ്വാഭാവികമായിട്ടും നടപടികൾ ഉണ്ടാവുകയില്ലേ? ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് കാർ വാങ്ങി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് 40 ലക്ഷം രൂപ ലോണ് തിരിച്ചടച്ചു, ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളുടെ പേര് വിവരങ്ങൾ അടക്കം ഉണ്ടാവുകയില്ലേ ഈ റിപ്പോർട്ടിൽ? സനീഷ്, തീർച്ചയായും ഇവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് RSS നേതൃത്വവും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സംഘടനകൾക്ക് അവരുടെ കീഴിൽ 1000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ അവർ പലരും അവകാശപ്പെടുന്നതാണ് അത്തരം വോട്ടുകളുണ്ട് എന്ന് പറയും. അപ്പോൾ അത്തരം ഗ്രൂപ്പുകളെ സ്വാധീനിക്കാൻ വേണ്ടി അവർക്ക് പണം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങുകയും ആ പണം പിന്നീട് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഇതിൽ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരുപക്ഷെ പാർട്ടി തലത്തിൽ തന്നെ വളരെ വിശദമായ, ഇതിപ്പോൾ ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ്, ഒരു വളരെ വിശദമായ പാർട്ടി തലത്തിൽ തന്നെ ഒരു അന്വേഷണം നടക്കാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിൽ RSS നേതൃത്വം വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടത്, RSS നേതൃത്വം അത്ര സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല BJPക്കൊപ്പം എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ ഫണ്ട് വിനിയോഗത്തിൽ ഓരോ മേഖലയിലും, ഇപ്പോൾ പ്രചരണ രംഗത്തിലാണെങ്കിലും നേതാക്കന്മാരെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, മറ്റ് സംഘടനാ കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട തുകയിലാണെങ്കിൽ പോലും, അതിലെല്ലാം ഇത് ചെയ്തിരിക്കുന്നത് വലിയ തുക എഴുതിയെടുത്ത്, ഇപ്പോൾ 1000 രൂപ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് 2000 3000 എഴുതിയെടുത്ത് അങ്ങനെയാണ് ഈ പറയുന്ന തട്ടിപ്പ് ഫണ്ട് വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അവരുടെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ കോടിക്കണക്കിന് രൂപ അത്തരത്തിൽ എഴുതിയെടുത്തു എന്ന് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ വനിതാ നേതാവ് ഉൾപ്പെടെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു നേതാവിന് കഴിഞ്ഞ തിരുവനന്തപുരത്തെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനീഷ് അവിടെ സൂചിപ്പിക്കുന്നത് കണ്ടു. ആ ബാങ്കിൽ തന്നെയാണ് ഈ നേതാവ് 40 ലക്ഷം രൂപ, അദ്ദേഹത്തിന്റെ പേരിലുള്ള കുടിശ്ശിക 40 ലക്ഷം രൂപ അടച്ചു തീർത്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് അത് അടച്ചു തീർക്കാനുള്ള മറ്റ് വരുമാന മാർഗങ്ങളില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഇത്രയും തുക വന്നത് എന്ന് സ്വാഭാവികമായും പാർട്ടിയിൽ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. മറ്റൊരു നേതാവ് ഒരു 17 ലക്ഷം രൂപയുടെ കാറ് എടുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആളുകൾ പല തരത്തിൽ വായ്പ എടുത്തൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ലാതെ വാഹനം എടുത്തോടുകൂടിയാണ് അതിൽ വലിയ ചർച്ചയായി മാറുകയും പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുകൂടി തന്നെ വളരെ കർശനമായ നടപടികളിലേക്ക് പോകണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ സംഘടനാ രംഗത്തേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ആരോപണം പാർട്ടിക്കകത്ത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം മുഴുവൻ സമയവും മുമ്പ് കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ഉണ്ടായിരുന്നത് പോലെ ഒരു മുഴുവൻ സമയവും സംഘടനയ്ക്കകത്തേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പുലർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് മറ്റു നേതാക്കൾക്ക് വീതിച്ചു നൽകുന്നു. അവർ അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് പലതും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു പ്രസാദ്. അത് സ്വാഭാവികമായിട്ടും വരും. ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ ഇന്റേണലായിട്ടുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പ്രസാദ്, ഇപ്പോൾ നമ്മൾ BJP അല്ല എന്ന് കരുതുക, ഇതിപ്പോൾ CPM, കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട പാർട്ടികളായ CPM-നകത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിനകത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ, എന്ന് വെച്ചാൽ അവരുടെ ദേശീയ നേതൃത്വങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു, കുറേ നേതാക്കൾ പണം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നൊക്കെ ഒരു ഇൻറ്റേർണൽ റിപ്പോർട്ട് പുറത്തേക്ക് ആണെങ്കിൽ അവർ പരിശോധന നടത്തി ഇൻറ്റേർണൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് പുറത്തേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത ED എന്ന 2 അക്ഷരവും കൂടി ചേർത്തായിരിക്കും. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഫണ്ട് വിനിയോഗത്തിൽ തട്ടിപ്പ് നടന്നു എന്ന് വന്നാൽ ഉടനടി അവിടേക്ക് വീഴും ചാടി വീഴും എന്നൊരു കാര്യം നമുക്ക് ഈ രാഷ്ട്രീയം വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കല്ല ഇപ്പോൾ അറിയാം. പക്ഷേ ഇത് BJP ആണ്, അവരങ്ങനെ വരുമോ
എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് ഏതെങ്കിലും തരത്തിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്ത് അതങ്ങ് പോട്ടെ, വിട്ടുകളയാം, നമ്മുടെ നേതാക്കളല്ലേ എന്ന് കരുതാൻ പറ്റാത്ത വിധം കനത്ത തട്ടിപ്പാണ് നടത്തിയത്. എന്തുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും RSSൻ്റെ അതിർത്തി ഉണ്ടാവുന്നത്. കേന്ദ്ര നേതൃത്വം ഇങ്ങനൊരു റിപ്പോർട്ട് സമഗ്രമായിട്ട് തയ്യാറാക്കി തുടർ നടപടികൾ ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളിൽ ഒക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടെ ഇടപെടുന്ന ഒരു സജീവ രാഷ്ട്രീയ വിഷയമായിട്ട് വരും മണിക്കൂറുകളിൽ ഇത് മാറും അല്ലേ? തീർച്ചയായും ഇത് വളരെ സജീവമായി തന്നെ അത് നിൽക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇതങ്ങനെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഒരു നടപടി വേണ്ട എന്ന നിലയിലേക്കോ BJPക്ക് പോകാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ അതിൻ്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാന നേതൃത്വത്തിലെ ചില ആളുകൾ മുതൽ ജില്ലാ നേതൃത്വത്തിലെ ചില ആളുകൾ വരെ ഇതിനകത്ത് ഈ ഫണ്ട് വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പാർട്ടിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഇപ്പോൾ ഒരു നിശ്ചിത തുക, എന്താണോ ഒരു കാര്യത്തിന് 1000 രൂപയാണ് ആവശ്യമെങ്കിൽ അത് 2000-വും 3000-വും ആക്കി പെരുപ്പിച്ച് കാണിച്ച് ആ ഫണ്ട് തട്ടിയെടുക്കുക എന്ന രീതിയാണ് ഇവിടെ പലരും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നേതാക്കന്മാരുടെ ഇന്റർവ്യൂ നൽകുന്നതിൽ വിവിധ ഇപ്പോഴത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ചുമരെഴുത്തോ പൊതുയോഗമോ അല്ലെങ്കിൽ ഭവന സന്ദർശനമോ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കൂടി അതിന്റെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പണം നൽകി പല ഇന്റർവ്യൂവും പെയ്ഡ് ഇന്റർവ്യൂകൾ നൽകേണ്ടതുണ്ട്, അവർക്ക് പണം നൽകണം. അപ്പോൾ ആ തുകയെല്ലാം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് അതിനെല്ലാം പണം മേടിക്കുന്നു, അതിൽ കൂടുതൽ തുക എഴുതിയെടുക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായി അതിപ്പോൾ നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ പല തരത്തിലുള്ള നേതാക്കന്മാർ, താരപ്രചാരകർ അവരൊക്കെ വരുന്നു. അവർക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് വാഹനം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയൊരു തുക ചെലവ് വരും. അപ്പോൾ ആ പല മേഖലയിൽപ്പെട്ട ആളുകളിലെല്ലാം തന്നെ ഇത്തരം പണം ചെലവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫണ്ട് വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ചില നേതാക്കൾ തന്നെ, സ്ഥാനാർത്ഥികളായിട്ടുള്ള ചില ആളുകൾ തന്നെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം പാർട്ടി സ്വാഭാവികമായും കൊടുത്തിട്ടില്ല എങ്കിൽ, സനീഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് നിലവിൽ കേരളത്തിൽ കൊടുക്കുന്നതിനൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒരു കുഴപ്പവുമില്ല, അവർ അത്തരത്തിൽ വലിയ തുക ചെലവഴിക്കാറുണ്ട്. പക്ഷേ ആ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് വീണ്ടും പരിശോധനകൾ നടന്നു. അങ്ങനെയാണ് ബൂത്ത് കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഇവർ നിശ്ചയിച്ച തുക കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസാദ്, ഞാൻ വിശദമായിട്ട് ഒന്നുകൂടെ വരാം, കാരണം നമുക്കത് വിശദമായിട്ട് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന്, സ്വാഭാവികമായിട്ടും BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷേ നിഷേധമായിരിക്കും വരിക. പക്ഷേ ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇന്റേണൽ ഓഡിറ്റാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ തട്ടിപ്പുകളുടെ കണക്കുകളും വിശദാംശങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഏറ്റവും അമ്പരപ്പിക്കുന്നതാകുന്നത്, BJP ഇത്തരം പ്രശ്നങ്ങളിൽ നേരത്തെയും ചെന്ന് പെട്ടിട്ടുണ്ടെന്ന കാര്യം നമുക്കറിയാം. ഈ കുഴൽപ്പണ തട്ടിപ്പ് കേസ് തൃശ്ശൂർ ഭാഗത്തുണ്ടായിരുന്നത്, ഈ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പണം കൊണ്ടുവന്നതും അതുമായി ബന്ധപ്പെട്ട് അത് ആളുകൾ മുക്കിയതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ BJP നേതാക്കളിൽ ചിലർക്കെങ്കിലും എതിരെ ഫണ്ട് തട്ടിപ്പ് എന്ന സംഗതി നേരത്തെ തന്നെ അവർക്കകത്ത് വിമർശനങ്ങളായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഒരു കൗൺസിലറായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആത്മഹത്യ ചെയ്യാനിടയായ സംഭവങ്ങളിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടതും അദ്ദേഹത്തിൻ്റെതല്ല, പക്ഷേ മറിച്ച് അവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ സുതാര്യതയില്ലാത്ത മറ്റ് BJP നേതാക്കളൊക്കെ ചേർന്ന് പ്രശ്നമുണ്ടാക്കിയതാണ് എന്ന ആ ഘട്ടത്തിൽ വിമർശനം വന്നിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇതെല്ലാത്തിനെയും അതിലംഘിക്കുന്ന അങ്ങേയറ്റം വലിയ ഒരു അഴിമതി തട്ടിപ്പ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെയുമാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്നാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. ന്യൂസ് മലയാളം